അപ്പൊ ഉള്ളതിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ എങ്കിൽ നമ്മുടെ മനസ്സ് വ്യത്യസ്ത സ്വഭാവവിശേഷങ്ങൾ ഉള്ളതാണെങ്കിൽ അത് നേരത്തെ ഉണ്ടായിരുന്നു. അത് ഉണ്ടായിരുന്നു എങ്കിൽ അത് എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, അതവിടെ എത്തിച്ചിട്ടില്ല എങ്കിൽ അതെത്തുകയുമില്ല. അതെത്തിയിട്ടില്ല എങ്കിൽ വീണ്ടും വരേണ്ടതുണ്ട്. ക്ലിയർ ആണോ? ഇതിനെയാണ് അവര് പുനർജന്മം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഭാരതത്തില് ഋഷീശ്വരന്മാര് പറയണു, മോക്ഷവും ഉണ്ട്, പുനർജന്മമുണ്ട്. വളരെ ശ്രദ്ധിക്കണേ പറയുന്നത്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ വ്യക്തമല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വളരെ ഓപ്പണായിട്ട് ചിന്തിക്കണം. ഒരു കല്ല് ഞാൻ ആകാശത്തിലേക്ക് എറിഞ്ഞാൽ അത് തിരിച്ച് എങ്ങോട്ട് വരണം? കാരണം ഭൂമിയിൽ നിന്ന് പോയത് ഗ്രാവിറ്റേഷൻ ലോ പ്രകാരം തിരിച്ച് ഭൂമിയിലേക്ക്. ഭൂമിയിൽ എത്തിയാൽ അതിന്റെ ചലനം നിന്നു. അത് എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇതുപോലെ എത്ര ജന്മങ്ങൾ എടുക്കണം ഈ മനസ്സിന്? എത്ര പ്രാവശ്യം ഇനി ജനിക്കേണ്ടതുണ്ട്? അത് എവിടെന്ന് പുറപ്പെട്ടുവോ? അപ്പൊ ഇനി പുനർജന്മം വേണോ വേണ്ടേ എന്ന് ആരാ നിശ്ചയിക്കേണ്ടത്? വെറുതെ ദൈവത്തിനെ കഷ്ടപ്പെടുത്തണോ? വേണോ? ദൈവത്തിന് വല്ല പങ്കുണ്ടോ അതില്? ദൈവത്തിന് അതിലൊന്നും ഒരു പങ്കുമില്ല. പങ്ക് മുഴുവൻ നമുക്കാണ്. എവിടെന്ന് പുറപ്പെട്ടുവോ അവിടെ എത്തിച്ചേരാത്തോടത്തോളം കാലം അതിന് വീണ്ടും ജനിക്കേണ്ടതുണ്ട്. ജനന മരണങ്ങളിലൂടെ പോകുന്നുണ്ട്. ശങ്കരാചാര്യരുടെ ഗോവിന്ദത്തിൽ പറഞ്ഞതുപോലെ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേ ചയനം. വീണ്ടും ജനിക്കണം അമ്മയുടെ ഗർഭപാത്രത്തിൽ വരണം. അപ്പൊ ഒരു ചോദ്യം, സ്വാമി, എങ്കിൽ ഈ മനസ്സിനെ ചൈതന്യത്തിലേക്ക് എത്തിക്കാൻ എന്താണ് വേണ്ടത്? അങ്ങനെ ചൈതന്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന ജീവിത രീതിയാണ് ധർമ്മം എന്ന് വിളിച്ചത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധർമ്മം എന്നുള്ളതിന് യഥാർത്ഥ അർത്ഥം, ധർമ്മം എന്ന് പറഞ്ഞാൽ ഏതൊരു ജീവിത രീതിയാണോ നമ്മുടെ മനസ്സിനെ, ആ ജീവിത രീതിയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ഭാരതത്തിൽ എന്ത് വന്നത്? സനാതന ധർമ്മം. സനാതനത്തിലേക്ക് മനസ്സിനെ നയിക്കുന്ന ജീവിത രീതിയാണ് സനാതനധർമ്മം.